നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പുനർജനി കേസിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന നിഗമനത്തിൽ മണപ്പാട്ട് ഫൗണ്ടേഷനും സിഇഒയ്ക്കുമെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ. ഇത് ഒരു കാരണവശാലും നിലനിൽക്കുന്ന ഒരു കേസല്ല. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അന്നെങ്കിൽ അവർ കേസെടുക്കട്ടെ. അങ്ങനെ കേസെടുക്കട്ടെ, അല്ലെങ്കിൽ CBIക്ക് വിടട്ടെ. അതിനേക്കാളും വലിയ ഏജൻസി ഇന്ത്യയിലില്ലല്ലോ. പ്രതിപക്ഷ നേതാവിനെ കൂടാതെ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന NGOയ്ക്കും അതിന്റെ ചെയർമാൻ അമീർ അഹമ്മദിനുമെതിരെ FCRA നിയമപ്രകാരം CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ CEO അമീർ അഹമ്മദും VD സതീശനും ഗൂഢാലോചനയുടെ ഭാഗമായാണ് പ്രളയബാധിതരെ പുനരധിവസിപ്പിക്കാമെന്ന പേരിൽ വിദേശത്തു നിന്നും പണം പിരിച്ച് കേരളത്തിലേക്ക് അയച്ചതെന്ന ആരോപണം ഉയർന്നിരുന്നു. പുനർജനി പദ്ധതിയുടെ കാലയളവിൽ 2018 മുതൽ 2022 കാലഘട്ടത്തിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടുകളിലേക്ക് 1,22,23,152 രൂപ വന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നും പുനർജനി പദ്ധതിയുടെ പേരിൽ VD സതീശിന് വേണ്ടി സ്വരൂപിച്ച പണമാണിതെന്നും വിജിലൻസിന് ലഭിച്ച പരാതിയിൽ ഉള്ളത്. മണപ്പാട്ട് ഫൗണ്ടേഷൻ ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചതിന്റെ രേഖകളോ റെക്കോർഡുകളോ സൂക്ഷിച്ചിട്ടില്ല എന്നും FCRA നിയമത്തിൽ റൂൾ 19ന്റെ ലംഘനമാണെന്നും വിജിലൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ പരിശോധിച്ചതിൽ അക്കൗണ്ടിലേക്ക് വന്ന പണവും അതിനായി നൽകിയ രേഖകളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉള്ളതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായാണ് വിജിലൻസിന്റെ നിഗമനം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.